2 വർഷം ദൈർഘ്യമുള്ള ഫാഷൻ ഡിസൈനിംഗ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജി, 1 വർഷം ദൈർഘ്യമുള്ള അഡ്വാൻസ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടി ആൻഡ് കോസ്മെറ്റോളജി, സർക്കാർ അംഗീകൃത കമ്പ്യൂട്ടർ കോഴ്സ് എന്നിവയിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായോ താഴെ കാണുന്ന നമ്പറിലോ ബന്ധപ്പെടുക. മഴവെള്ളത്തിന് കൃത്യമായി ഒഴുകിപ്പോകാൻ സൗകര്യമില്ലാത്തതിനെ തുടർന്ന് പ്രദേശത്തെ വീടുകളിൽ വെള്ളം കയറുന്നത് പതിവാകുന്നു. അമരമ്പലം പഞ്ചായത്തിലെ മാമറ്റ, മാട്ടക്കുളം എന്നീ പ്രദേശങ്ങളിലാണ് മഴ കനക്കുമ്പോൾ ജനങ്ങൾ കടുത്ത വെള്ളക്കെട്ട് ഭീഷണി നേരിടുന്നത്. പ്രദേശത്തെ പ്രധാന തോട്ടിൽ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കുന്നുകൂടിയതും തോടിന് ആവശ്യത്തിന് ആഴമില്ലാത്തതുമാണ് മഴവെള്ളം സുഗമമായി ഒഴുകിപ്പോകുന്നതിന് തടസ്സമാകുന്നതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. തോട്ടിലൂടെ വെള്ളം ഒഴുകിപ്പോകാൻ കഴിയാത്തതിനാൽ സമീപത്തെ വീടുകളിലേക്കാണ് മഴവെള്ളം ഇരച്ചു കയറുന്നത്. ഇത്തരത്തിൽ വീടുകളിൽ വെള്ളം കയറുന്നത് മൂലം രോഗികളടക്കം പ്രദേശത്തെ നിരവധി കുടുംബങ്ങളാണ് വലിയ ദുരിതം അനുഭവിക്കുന്നത്. പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണാൻ അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കോട്ടക്കുളം മാമ്പറ്റ ഭാഗത്ത് ഒരു പ്രാവശ്യം വെള്ളം കയറിയതാണ്. ആ വെള്ളം കയറിയ ടൈമിൽ ഇവിടെ ആകെ വെള്ളം കയറി വീടുകളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി താമസിച്ചൊരു സ്ഥലമാണ്. അന്ന് മുതലേ ഭീഷണിയുള്ള സ്ഥലമാണ്. കണ്ടമാനം വെള്ളം ഇവിടുന്ന് പല ഭാഗത്തുനിന്നും വരുന്നുണ്ട്. റോഡ് പണിൻ്റെ കാരണം കൊണ്ട് തോട്ടുന്നു അവിടെ നിന്നൊക്കെ ഇഷ്ടംപോലെ വെള്ളം വന്നിട്ട് ഇവിടെ കെട്ടി നിറഞ്ഞു നിൽക്കുകയാണ്. കാരണം അത് ഭീഷണിയായിട്ട് നിൽക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇവിടെ കുറേ വീടുകളൊക്കെ സാധാരണക്കാരുടെ വീടുകളാണ്. ഈ 5 സെൻറ്റ് സ്ഥലം, 6 സെൻറ്റ് സ്ഥലം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ രാത്രി ഒന്ന് മനസ്സ് കഴിഞ്ഞ് കടന്നുറങ്ങാൻ കൂടി പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ നമ്മളെ തൊട്ടടുത്തുള്ള വീട്ടിൽ ഭാഗം തറകൾ ഫുള്ളായിട്ട് വെള്ളം കയറിയിട്ട് അവിടെ ഒരു രോഗിയാണ് നോക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മാനസികമായ പ്രശ്നങ്ങൾ ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഇത് കേട്ട് ഇതിൻ്റെ നിയമം എങ്ങനെ വെച്ചാൽ അതിനനുസരിച്ച് ഞങ്ങൾക്ക് ഈ തോട് നന്നാക്കി തരണം. ഈ പൊളിഞ്ഞ തോടുകളും അതേമാതിരി ഈ ഹൈറ്റില്ലാത്ത തോടുകൾ ഒന്ന് സമയത്ത് നമുക്കൊരു നന്നാക്കാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഈ വെള്ളപ്പൊക്കം ഇങ്ങനെ നമുക്ക് ഈ ഔഷധമൊക്കെ വരേണ്ട ഒരു അവസ്ഥ വന്നത്. അതുകൊണ്ട് ഇപ്പോൾ എനിക്കാണെങ്കിൽ ബൈപ്പാസിൻ്റെ ഓപ്പറേഷൻ ചെയ്തതിൻ്റെ പേരിൽ നമുക്കൊന്നും സഹായിക്കാനും ഒന്നിനും ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ പോലും ഒരു മാർഗ്ഗമല്ല. ഒറ്റക്കാണ് കയറി 2 ഭാഗം അടുക്കള വാസം കയറിക്കൊണ്ടിരിക്കുകയാണ്. എന്താ ചെയ്യാന്നുള്ളത് നമുക്കറിയില്ല. ന്യൂസ് ബ്യൂറോ, പൂക്കോട്ടുംപാടം.